റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിയുടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിലെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, ആ ടീം അംഗങ്ങളാണ് ഇന്ന് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. ലസാറോ ഏവിയൻസ് അക്കാദമിയുടെ പ്രിയപ്പെട്ടവർ. ജോയി സാർ നമസ്കാരം. സുഖമായിരിക്കുന്നു. എപ്പോഴും ജോയി സാർ എപ്പോഴും കാണുമ്പോഴൊക്കെ ചിരിച്ച ഒരു വളരെ ഹാപ്പി മൊമെന്റിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ്. യെസ്. ജോലി ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു 3:30 വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം നേരെ കലോത്സവ നഗരിയിലേക്ക് എത്തി. പ്രോഗ്രാമുകളൊക്കെ അത്യാവശ്യമൊക്കെ നടന്ന് കണ്ടോ? അതെ, എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇന്നലെ വന്നിരുന്നു, ഇന്നും വന്നു. നമ്മുടെ നാട്ടിൽ പയ്യന്നൂർ നടക്കുന്നതാകുമ്പോൾ നമ്മൾ സന്തോഷമുണ്ട്. അതെ, ഈ പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്നൂർ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ പയ്യന്നൂരിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഒരു കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. പ്രത്യേകിച്ചും അവരായിട്ട് നന്നായിട്ട് സഹകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാലത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു കലോത്സവമാണ്. ഈ ഒറ്റൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. കലോത്സവ നഗരിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് ഇനം കാണാനാണ് കൂടുതൽ ഇഷ്ടം? ഇപ്പം പാട്ടും ഡാൻസും മിമിക്രി അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ ജോയി സാറിന് ഇങ്ങനെ ഇന്നത് കാണണം, അത് കുറച്ചും കൂടി കണ്ടാൽ രസമായിരിക്കും, അല്ലെങ്കിൽ നാടൻ പാട്ട് പോലുള്ള മത്സരങ്ങൾ കാണുന്നതാണ് ഇഷ്ടം? ഏതായിരിക്കും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഇന്ന ഇഷ്ടം എന്നില്ല, നമ്മളെല്ലാം കാണും, ആസ്വദിക്കും, അങ്ങനെ പോകുന്നു. അതെ. ശരി. ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ. ശരി. ഭയങ്കര തിരക്കാണ്. എന്നോട് കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് ഇനത്തിലാണ് കൂടുതൽ മത്സരത്തിൽ? കൂടുതലും പാട്ട് ഐറ്റംസിൽ തന്നെയാണ്. പിന്നെ ഒപ്പന എല്ലാം പറ്റിയിട്ടുണ്ട്. എല്ലാം പറ്റിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? ശരി. എന്നാലും ഇപ്പോ ചോദിച്ച പോലെ തന്നെ ഏത് ഇനം കാണാനാണ് കൂടുതൽ ഇഷ്ടം? ഒപ്പനയാണോ? കളർഫുൾ വിഭാഗങ്ങൾ? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയ കുട്ടികൾ മേക്കപ്പ് കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ടോ, അപ്പൊ അവരുടെ ഡാൻസ് ഒക്കെ കാണാൻ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. ആ ഒരു ഏജ് എന്ന് പറയുന്നത്. ഈ ഇവിടെ വന്നതിന് ശേഷം മുന്നേ പഠിച്ച കൂട്ടുകാരൊക്കെ കണ്ടോ? അങ്ങനെ ഒരു കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല. മുന്നേ എവിടെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഡിഗ്രി വരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. PG തമിഴ്നാട് അവിടെയായിരുന്നു ഉണ്ടായിരുന്നല്ലേ? ശരി. എന്നാലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണാനാ കൂടുതൽ ഇഷ്ടം വരുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും. സുഖായിരിക്കുന്നു? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഓക്കെ. ഈ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു രസമുള്ളൊരു സ്ഥലമാണ് ഈ കലോത്സവം. മത്സരങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ലൈഫ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എപ്പോഴും നല്ല കൂട്ടുകാർ ഒന്നിച്ചു കൂടുന്നു, പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ മറന്നുപോയെങ്കിലും നമ്മൾ മറന്നു പോകാത്ത ഒരുപാട് ടീച്ചേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കലോത്സവ നഗരിയിലെത്തുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പഴയൊരു ലൈഫ് മിസ് ചെയ്യുന്നത് പോലെ, നമുക്ക് ആ ഒരു പഴയ സ്കൂളിന്റെ ഫീല് തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നു. ടീച്ചേഴ്സിന് നമ്മളെ മറന്നിട്ടുണ്ടാവെന്ന് പറയുന്നതിൽ എനിക്കൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാരും നമ്മൾ ഓർമ്മിച്ച് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് മറന്നുപോകും. നമ്മൾ അങ്ങനെ വിചാരിക്കും ടീച്ചേഴ്സ് കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ, അവർക്ക് മറന്നു പോയിട്ടുണ്ടാവോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളെ കാട്ടി മുന്നേ നമ്മളെ പേര് വരെ പറയുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഡിഗ്രി കണ്ണൂർ യൂണിവേഴ്സിറ്റി, PG അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ. ശരി. ആ കാലഘട്ടം ഇപ്പത്തെ ഒരു പുതിയ ഒരുപാട് മീൻസ് ഏജ് എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ വേദികൾക്ക് ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടപ്പോൾ തോന്നുന്നുണ്ടോ ഒരുപാട് മാറ്റങ്ങൾ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? കലോത്സവത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഐറ്റംസ് എല്ലാം കുറെ എനിക്ക് തോന്നുന്നു കുട്ടികൾ മുന്നേ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല പുതിയ ഐറ്റംസ് കണ്ടുപഠിക്കാൻ വേണ്ടി. ഇപ്പം ഇതിന് മുന്നേ ഇരുന്ന ഒരു കുട്ടി കൂടി പറയുന്നത് ഞാൻ കേട്ടു, അവർ യൂട്യൂബ് നോക്കി പഠിച്ചു. അപ്പൊ അവർക്ക് കുറെ കൂടി അപ്ഡേറ്റഡ് ആണ്, കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ചസ് നമുക്ക് വേദികളിലും കാണാൻ പറ്റുന്നുണ്ട്. ഒരു മത്സര ബുദ്ധിയോട് കൂടി കാണേണ്ടതാണോ കലോത്സവം? അല്ല, മത്സര ബുദ്ധിയോടുകൂടി കാണേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണേണ്ടതല്ല. പഠനത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതെ. എന്നാലും വേണ്ടിയിട്ട് അത്ര മാത്രം. ശരി. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പോരെ ഇപ്പോൾ സമാധാനായോ? ഇല്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവർ പറഞ്ഞു പോവുകയാണെങ്കിൽ എപ്പോഴും പഠിച്ചിറങ്ങി ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തെ നമ്മൾ കലോത്സവ നഗരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവൂ. ഓരോ വേദികളിലും ഓരോ സ്ഥലങ്ങളിലും പരിചയമുള്ള ആൾക്കാരെ കണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ലസാറോ അക്കാദമി ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശരി. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.